ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആദ്യമായി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചേക്കും. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയതിന്റെ 2ാം വാർഷിക ദിനത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ നിർണായക നീക്കം. ഹസീന ഇന്ത്യൻ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടരുന്നത് ഉഭയകക്ഷി ബന്ധത്തിന് ദോഷം ചെയ്യുമെന്ന് ബംഗ്ലാദേശ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ പരിപാടി സംഘടിപ്പിക്കുന്നത് സ്വകാര്യ മാധ്യമ സ്ഥാപനമാണെന്നും സർക്കാരിന് പങ്കില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 5 നടന്ന ജനകീയ പ്രക്ഷോഭത്തിനൊടുവിലാണ് ഷെയ്ഖ് ഹസീനയുടെ 16 വർഷത്തെ ഭരണം അവസാനിച്ചത്. തുടർന്ന് ഇന്ത്യയിൽ അഭയം തേടി ഹസീന പല അഭിമുഖങ്ങളും പ്രസ്താവനകളും നൽകിയിട്ടുണ്ടെങ്കിലും ഒരു പൊതുപരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ഇതാദ്യമായാണ്. വൈകിട്ട് 6-ന് ഡൽഹി ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ്ബിലെ മാർക്ക് ടുഡ്ലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ഷെയ്ഖ് ഹസീനാസ് ഹോം കമ്മിങ് എന്ന പരിപാടിയിലൂടെയാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുക. സുരക്ഷാ കാരണങ്ങളാൽ ഓൺലൈനായിട്ടായിരിക്കും പരിപാടി. ഹസീനയ്ക്കൊപ്പം ബംഗ്ലാദേശിലെ നിരവധി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും നയതന്ത്രജ്ഞരും ചടങ്ങിൽ പങ്കാളികളാകും. പരിപാടിയുടെ സംപ്രേഷണം ബംഗ്ലാദേശ് സർക്കാർ വിലക്കിയിട്ടുണ്ട്. തന്റെ ഭാവി രാഷ്ട്രീയ പദ്ധതികളെക്കുറിച്ച് അവർ പരിപാടിയിൽ വിശദീകരിക്കുമെന്നാണ് സൂചന. ഡിസംബറോടെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നും നിയമ നടപടി നേരിടുമെന്നും ഹസീന അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഹസീനയെ വിട്ടുകിട്ടണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യത്തിൽ ഇന്ത്യ ഇനിയും അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. നിയമപരമായ പരിശോധനകൾ നടത്തിവരികയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.